ഹലോ, നമ്മുടെ പലതൂരം മുമ്പേ സീരിയലിൻ്റെ ഇന്നത്തെ പ്രൊമോ വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ അലീനയെ വെറും പട്ടിക്ക് തുല്യം ആയിട്ട് ആ പെൺകുട്ടീനെ കൈക്ക് പിടിച്ച് പൊത്തി പിടിച്ച് റോഡിലോട്ട് കൊണ്ടുവന്ന് തള്ളുകയാണ് ചെയ്തത് അല്ലേ. അതിക്രൂരമായിട്ട് രാജീവും വൈജയന്തിയും അതിനോടൊപ്പം വൈജയുടെ മക്കളായ ബബിതയും രോഹിത്തും പിന്നെ ഹരിശങ്കറും കൂടെ ചേർന്നിട്ട് വളരെ മോശമായ രീതിയിൽ എത്രത്തോളം ഇത്രയും നാളും അവർക്ക് ആഹാരം വെച്ച് വിളമ്പി കൊടുത്തു എന്നൊരു പരിഗണന പോലും കാണിക്കാണ്ട് അലീനയെ വലിച്ചിഴച്ച് റോഡിലോട്ട് കൊണ്ടുവന്ന് ഇടുകയാണ് ചെയ്തത്. അങ്ങനെ ഇതറിഞ്ഞ് ബാലചന്ദ്രൻ ആ നിമിഷം തന്നെ താൻ പറഞ്ഞ വാക്കിന് ഒരു മാറ്റവും വരാൻ പോകുന്നില്ല. അലീന ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുമെങ്കിൽ ആ നിമിഷം ബാലചന്ദ്രൻ ഈ വീട് വിട്ടിറങ്ങും എന്നുള്ള കാര്യം തീരുമാനിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ബാലചന്ദ്രൻ ആ സമയം തന്നെ ആ ഡ്രസ്സും മറ്റു കാര്യങ്ങളും എല്ലാം എടുത്തുകൊണ്ട് കാറിലോട്ട് കൊണ്ടിടുകയാണ് കേട്ടോ. കാറിൽ കൊണ്ടിടുക. അപ്പോൾ ഇവരെല്ലാവരും ഈ അലീനെ പുറത്താക്കി അലീനെ ബാഗും കൊണ്ട് നടന്ന് പോണു രംഗമുണ്ടല്ലോ. അതൊക്കെ കണ്ട് വൈജയും രാജീവും ഹരിശങ്കറിന് ഒരു 1.5 കീറും കൂടെ കൊടുത്തിട്ടാണ് നമ്മുടെ അലീന ഇറങ്ങിയത്. കാര്യം എൻ്റെ കൈക്ക് കീറി നീ പിടിച്ചോടാന്ന് ചോദിച്ച ഒരൊറ്റ കീറ് മോന്തക്കിട്ട് കൊടുത്തിട്ടാണ് നമ്മുടെ അലീന പോണത്. അപ്പോൾ അതിൻ്റെ രോക്ഷം ഉണ്ടെങ്കിലും കുഴപ്പമില്ല, എന്തായാലും പോയി കിട്ടിയല്ലോ, വീട്ടിൽ നിന്ന് ഇറങ്ങിയല്ലോ എന്ന ഒരു സന്തോഷത്തോടെ നിൽക്കുകയാണ്. അപ്പോൾ കാര്യങ്ങൾ ഏകദേശം ആ ഒരു രീതിയിലായപ്പോൾ നമ്മുടെ ബാലേന്ദ്രൻ ഡ്രസ്സൊക്കെ എടുത്ത് നേരെ കാറിലോട്ട് ഇത് കൊണ്ടിട്ടിട്ട് ഇറങ്ങണം. അപ്പോൾ ഈ സമയം നമ്മുടെ കൃഷ്ണച്ചക്കുട്ടി ഈ രംഗത്തിലോട്ട് ഒന്ന് കണ്ടു നിന്ന് കരയല്ലാണ്ട് അതിലോട്ട് ചെന്ന് ഇൻവോൾവ് ആയിട്ടില്ല. കാരണം ഒരിക്കലും അത് താങ്ങാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നില്ല. അങ്ങനെ കൃഷ്ണമോൾ നോക്കിയപ്പോൾ ഇവരൊക്കെ ഗേറ്റിൻ്റെ അവിടെ നിൽക്കണം. അപ്പോൾ ബാലേന്ദ്രൻ ബാഗൊക്കെ ആയിട്ട് ഇറങ്ങി കാറിലോട്ട് വന്നത്. അച്ഛൻ എങ്ങോട്ടാണ് അച്ഛൻ പോകുന്നത്? അച്ഛൻ എവിടെ പോവാണ് അച്ഛൻ? അച്ഛൻ എങ്ങും പോവല്ലേ അച്ഛൻ, ബാഗൊക്കെ ആയിട്ട് എങ്ങോട്ടാണ് അച്ഛൻ പോകണമെന്ന് പറഞ്ഞ് കൃഷ്ണമോൾ കരയാണ്. കരഞ്ഞ് കൈ കയറി പിടിച്ചു. നീ എൻ്റെ കൈ വിട്ടേ കൃഷ്ണജ, കൈ വിട്ടേന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ഒച്ചയെടുക്കുകയാണ് ബാലേന്ദ്രൻ. എന്നിട്ട് നേരെ ബാലേന്ദ്രൻ കാറിൽ കയറി. പക്ഷേ ഈ സമയം നമ്മുടെ ബബിത കാണുന്നുണ്ട് ബാലചന്ദ്രൻ ബാഗൊക്കെ ആയിട്ട് കാറിൽ കൊണ്ടുവന്ന് വെക്കണതും കാർ എടുക്കണത്. ഈ സമയം തന്നെ നമ്മളെ കൃഷ്ണമോൾ ആ കാറിലോട്ട് അങ്ങ് കയറണം. കാര്യം കൃഷ്ണമോൾക്ക് ആ വീട്ടിൽ ഏറ്റവും ഇഷ്ടം സ്വന്തം അച്ഛനായ ബാലേന്ദ്രനെയാണ്. കാര്യം അച്ഛൻ എങ്ങോട്ടാണ് പോണത്, ഒന്നാമത് സുഖമില്ലാത്തൊരു മനുഷ്യനാണ്. കരഞ്ഞുകൊണ്ട് അവളും കൂടെ ആ കാറിൽ കയറുകയാണ്. ബാലേന്ദ്രൻ പിന്നെ മുന്നും പിന്നും ഒന്നും നോക്കുന്നില്ല, വണ്ടി എടുത്ത് ഒരൊറ്റ പോക്കങ്ങ് പോണത്. അപ്പോൾ ഗേറ്റ് കടക്കുന്നതിന് മുന്നേ തന്നെ ഇവരിൽ രാജീവ് ഒന്ന് ഓടിച്ചെന്ന് ആ വണ്ടി പിടിച്ചൊന്ന് നിർത്തുന്നുണ്ട്. അപ്പോൾ ആ സമയം നിർത്താൻ നോക്കിയെങ്കിലും വെട്ടിച്ചു കൊണ്ട് പോവുകയാണ്. ആ സമയം ഹരിശങ്കർ അത് നമ്മുടെ രോഹിത് ആരോ ഒരാൾ നമ്മുടെ ബാലേന്ദ്രനെ പിടിച്ച് മാറ്റുകയാണ്. കാര്യം എന്ന് വെച്ചാൽ അങ്ങനെ മാറ്റിയില്ല എന്നുണ്ടെങ്കിൽ അത് വളരെയേറെ ബുദ്ധിമുട്ടിന് സാധ്യതയുണ്ടെന്നിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ കാര്യങ്ങളൊക്കെ ആ രീതിയിലായി. വൈജയാണെങ്കിൽ നിന്നങ്ങ് വിയർക്കുകയാണ്. ഇത്രയും കഷ്ടപ്പെട്ട് അവളെ കഴുത്തിന് പിടിച്ച് പുറത്താക്കിയപ്പോൾ തൻ്റെ ജീവിതമേ നഷ്ടപ്പെട്ട കണക്കുള്ള അവസ്ഥയായിപ്പോയി. കാര്യം ബാലചന്ദ്രൻ ആ വീട് വിട്ട് പോവല്ലേ. അപ്പോൾ വൈജ അങ്ങ് സ്തംഭിക്കണം. അപ്പോൾ രാജീവ് ചോദിക്കുകയാണ്, ഇയാൾക്ക് മുഴുപ്രാന്താണോ ഈ വൈജയെ? ഇയാളിത് എങ്ങോട്ടാണ് പോകണം? ഇയാൾ എന്ത് ഭാവിച്ച ഇയാൾ ജീവിക്കണേ? അപ്പോൾ കൃഷ്ണമോളും കൂടെ അതിൻ്റെ അകത്തൂടെ കയറി പോയിക്കുകയാണ്. അപ്പോൾ നമ്മുടെ രാജീവനും നമ്മുടെ ഹരിയൊക്കെ പറയുന്നുണ്ട്, ആൻറ്റി പേടിക്കേണ്ട. കാര്യം എന്നാന്ന് വെച്ചാൽ നമ്മുടെ കൃഷ്ണമോൾ കൂടെ പോയിട്ടുണ്ടല്ലോ, എന്തായാലും അവർക്ക് സ്കൂളിലും മറ്റുമൊക്കെ പോകണം എന്നുള്ളതുണ്ടല്ലോ. അപ്പോൾ 2 ദിവസം കൊണ്ട് വരും. അപ്പോൾ നമ്മുടെ വൈജ പറഞ്ഞു, ഇല്ല നമ്മൾ വിചാരിക്കും കണക്ക് അല്ല രാജീവേട്ടാ, ഈ ബാലചന്ദ്രൻ പണ്ടത്തെ ബാലചന്ദ്രനേ അല്ല, അയാളെ മൈൻഡൊക്കെ മാറിപ്പോയിട്ടുണ്ട്. എൻ്റെ സംശയം ഇപ്പോൾ അവളെയും കൂടെ കാറിൽ കയറ്റിക്കൊണ്ട് എവിടെയും കൊണ്ട് പോകാൻ വേണ്ടി പോയതാണ് എന്നുള്ളതാണ് നമ്മുടെ വൈജ പറയണത്. അപ്പം രാജീവ് പറയുന്നുണ്ട്, നീ അതൊന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട, അയാൾ എവിടം വരെ പോവും, ഒരു കാര്യം ചെയ്യാം. അങ്ങനെ നമ്മുടെ ഹരിശങ്കറും നമ്മുടെ രോഹിത്തും കൂടെ രാജീവ് പറയണത്, നിങ്ങളൊരു കാര്യം ചെയ്യുക, വണ്ടി എടുത്തോണ്ട് ഇയാളൊന്ന് ഫോളോ ചെയ്യുക. ഇയാൾ വഴിക്ക് എങ്ങാനും വെച്ചിട്ട് ഇനിയിപ്പോൾ അലീനയെ കൂടെ കൂട്ടിയിട്ടാണോ പോകണമെന്നും എങ്ങോട്ടാണ് പോകുന്നതെന്നും ഒക്കെ ഒന്ന് നിങ്ങൾ നോക്കിയിട്ട് വാന്ന് പറയുന്നുണ്ട്. വൈജയ്ക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. കാരണം കയ്യിൽ നിന്ന് വിട്ടുപോയ രംഗ. അന്നും ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അലീന ഇവിടെ നിന്ന് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ബലം നീ വിചാരിക്കുന്നതിലും അപ്പുറമായിരിക്കും എന്നുള്ളത് നമ്മുടെ ബാലേന്ദ്രൻ പറഞ്ഞ വാക്കുകൾ വൈജ ഓർക്കുകയാണ്. അങ്ങനെ എന്തായാലും രാജീവ് പറഞ്ഞനുസരിച്ചിട്ട് നമ്മുടെ രോഹിത്തും ഹരിശങ്കറും കൂടെ
ബൈക്ക് കൊടുത്തുകൊണ്ട് പോവാണ്. അങ്ങനെ അവർ പോയി ഫോളോ ചെയ്ത് ബസ് സ്റ്റോപ്പിലൊക്കെ നോക്കിയെങ്കിലും കണ്ടില്ല. പക്ഷേ ബാലചന്ദ്രൻ ഇവിടെ നിന്ന് പോയ സമയത്ത് തന്നെ നമ്മുടെ കൃഷ്ണജ മോള് കാറിൽ ഇരുന്ന് പറയുന്നുണ്ട്, അച്ഛ ഇത് എങ്ങോട്ടാ അച്ഛാ പോകണം, ഇത്രയും സ്പീഡിന് എന്തിനാ അച്ഛാ പോണത്, അച്ഛ വണ്ടി നിർത്തച്ഛ, നിന്നോട് ആരാ ഈ വണ്ടി കയറാൻ പറഞ്ഞത്, മിണ്ടാതെ ഇനി ഇരുന്നോണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ബാലേന്ദ്രൻ കൃഷ്ണമോള ഒച്ച എടുക്കുകയാണ് കേട്ടോ. അങ്ങനെ വണ്ടി കുറച്ച് ദൂരം പോയിട്ട് ഒരു സഡൻ ബ്രേക്ക് അങ്ങ് ചവിട്ടുകയാണ്. ആ ബ്രേക്ക് ഇട്ടത് നമ്മളെ കൃഷ്ണൻ മോള് തെറിച്ച് അങ്ങോട്ട് നീങ്ങി പോവാ വണ്ടിക്കകത്ത് തന്നെ. പക്ഷെ കുഴപ്പമൊന്നുമില്ല. എന്നിട്ട് നേരെ പിന്നെ കാണിക്കുന്നത് നമ്മുടെ അലീനയുടെ ഫ്രണ്ടിലാണ് ഈ വണ്ടി കൊണ്ടുവന്ന് ബ്രേക്ക് ഇട്ടത്. അലീന റോഡരികത്തൂടെ പിന്നെ നടന്ന് ആ ബസ് സ്റ്റോപ്പിലോട്ട് പോകാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് ബാലേന്ദ്രൻ പറഞ്ഞു, നീ വണ്ടിക്കകത്തോട്ട് കയറാം. അപ്പോൾ അലീന നോക്കിയപ്പോൾ ബാലേന്ദ്രൻ സാറ്. അപ്പോൾ സാറേ ഞാൻ എങ്ങോട്ടെങ്കിലും ഒന്ന് പൊക്കോട്ടെ സാറേ, ഞാൻ അവിടെ ഇനി നിൽക്കുന്നില്ല എന്ന് പറഞ്ഞ് വിങ്ങി പൊട്ടി കരയാണ് കേട്ടോ അലീന. അപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, നീ ഈ വണ്ടിയിൽ കയറാനാണ് പറഞ്ഞത്, ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് ഈ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു കണക്കിന് ഉത്തരവാദിത്വം നിനക്ക് മാത്രമാണ്. ഇത് നീ ഇവിടെ വന്നതുകൊണ്ട് മാത്രമാണ് ഈ വിഷയങ്ങളൊക്കെ നമ്മൾ അറിയാനിടയായത്. അങ്ങനെ കാര്യങ്ങളൊക്കെ ഏകദേശം ഈ ഒരു രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനി എന്ത് ചെയ്യണം ഏത് ചെയ്യണം ഒന്നും അറിയില്ല. എൻ്റെ അലീന ബാലേന്ദ്രൻ്റെ അടുത്ത് കാറിൽ കയറുന്നതിന് മുന്നേ പറയാണ്, സാർ ഞാൻ നമ്മുടെ രേവതിക്കുട്ടിയുടെ വീട്ടിൽ പോയി നിന്നോളാം, എന്നെ അങ്ങോട്ട് ഇനി കൊണ്ടുപോകല്ലേ സാറേ, നീ കയറലീന നീ കയറ്, എനിക്ക് എല്ലാം എൻ്റെ ഫുൾ നിയന്ത്രണവും കൺട്രോളും പോയാണ് ഞാനിവിടെ നിൽക്കുന്നത്, നീ മര്യാദയ്ക്ക് വണ്ടി കയറ്. അലീന നോക്കിയപ്പോൾ കൃഷ്ണമോളും കൂടെ ഉണ്ട്. അങ്ങനെ അതുകൊണ്ടല്ല എന്നാലും കൃഷ്ണമോളും കൂടെ പറഞ്ഞപ്പോൾ ആ വണ്ടിയിൽ കയറുകയാണ്. എൻ്റെ കൃഷ്ണമോള് ചോദിക്കണം, അച്ഛാ അലീന ചേച്ചിയും കൊണ്ട് നമ്മൾ എങ്ങോട്ടാണ്, വീട്ടിലോട്ടാണോ അച്ഛാ പോണത്, അച്ഛാ ഇനിയും പ്രശ്നങ്ങൾ കൂടും അച്ഛാ എന്ന് കൃഷ്ണമോള് കാര്യം പറയുന്നുണ്ട്. നീ മിണ്ടാതിരിക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഗൈസ് ഞാനൊരു കാര്യം പറയാം, നമ്മൾ ഈ പ്രൊമോയിൽ ഈ അലീനനെ കൂട്ടി ബാലേന്ദ്രൻ വീട്ടിലാട്ടോ ആണോ പോകുന്നുള്ളത് എനിക്ക് അത്ര ക്ലിയർ അല്ല. പ്രൊമോയിൽ അത് ക്ലിയർ ആയിട്ട് കാണിക്കുന്നില്ല. അതല്ലെങ്കിൽ വേറെ ഏതോ ഫ്ലാറ്റോ റിസോർട്ട് പോലെയുള്ള ഒരു സ്ഥലത്താണ് ഇവർ പോകുന്നത്. കാരണം ബാഗും ലഗേജൊക്കെ ആയിട്ടാണല്ലോ പോകുന്നത്. അപ്പം കൃഷ്ണമോളും അലീനയും എവിടെയോ ആയിട്ട് അവർ തങ്ങുന്നുണ്ട്. അത് കറക്റ്റായിട്ട് നമുക്കത് പ്രൊമോയിൽ കിട്ടുന്നില്ല. അപ്പോൾ അതിനുശേഷം നമ്മുടെ ബാലേന്ദ്രൻ കാര്യങ്ങളൊക്കെ അലീനയുടെ അടുത്ത് പറയുകയാണ്, നീ ഒറ്റ സ്റ്റെപ്പിന് നീ അങ്ങ് പോയി കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ ഇവിടെ തീർന്നു എന്നാണോ വിചാരിക്കുന്നത്, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ നീ ആ വീട്ടിൽ നിന്ന് ഈ എന്നിറങ്ങുന്നോ ആ നിമിഷം ഞാൻ ആ വീട് വിട്ട് ഇറങ്ങും എന്നുള്ളത് നിന്നോട് പറഞ്ഞത് വെറും വാക്കാണെന്നാണോ നീ കരുതി അലീന എന്ന് ബാലചന്ദ്രൻ ചോദിക്കുന്നുണ്ട്. അലീനയ്ക്ക് പറയാൻ വാക്കുകളില്ല. അലീന വിങ്ങി പൊട്ടി കരയുകയാണ്. ഈ സമയം നമ്മുടെ വൈജ കിളി പോയ കണക്ക് നിൽക്കുകയാണ്. കാര്യം എന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ മുമ്പിൽ രാജീവും മക്കളെയൊക്കെ മുമ്പിൽ ഒന്ന് തല ഉയർത്തി നിൽക്കാണ്ട് പറ്റില്ലല്ലോ. കാരണം അന്നും ഇന്നും ആ രീതിയിലേ അവർ ജീവിച്ചിട്ടുള്ളൂ. ആരുടെ മുന്നിൽ തല കുനിച്ച് തരില്ല. പക്ഷേ ചങ്ക് പൊട്ടി കലങ്ങി വിങ്ങി പൊട്ടിയാണ് വൈജ നിൽക്കുന്നത്. പക്ഷെ അവരുടെ മുമ്പിലൊന്നും ഒരു തുള്ളി പോലും കരയാണ്ട് വൈജ അവിടെ നിൽക്കുകയാണ്. അത് കഴിഞ്ഞ് വൈജ നേരെ അമ്മയുടെ റൂമിൽ മുത്തശ്ശിയുടെ റൂമിലോട്ട് കയറി ചെല്ലുകയാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് അമ്മ ചോദിക്കുന്നുണ്ട് വൈജയുടെ അടുത്ത്, അലീനയെ വിളിച്ചിട്ട് കണ്ടില്ലല്ലോ, അലീന എവിടെ, അവളെ ഞങ്ങൾ കഴുത്തിന് പിടിച്ച് പുറത്താക്കി എന്ന് പറയുന്നുണ്ട്. നീ എന്താണ് ഈ വൈജ ഈ കാണിച്ച് കൂട്ടുന്നതൊക്കെ, നിനക്ക് ഇത്രയും നാളായിട്ട് ഇതൊന്നും മനസ്സിലായില്ലേ, ആ പെങ്കൊച്ച് നിന്നോട് എന്ത് തെറ്റാണ് ചെയ്തത്, നീ ഈ വിധം ഇങ്ങനെയൊക്കെ പെരുമാറാൻ, നിന്നോട് അതെന്ത് തെറ്റാണ് ചെയ്തത്, നിന്നെയും നിൻ്റെ മക്കളെയും ഈ കുടുംബം എന്നെ ഉൾപ്പെടെ അത് നോക്കിയതാണോ അത് ചെയ്ത തെറ്റ് എന്നൊക്കെ ചെയ്ത് പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, ഇപ്പം അമ്മ എന്താ ഈ പറഞ്ഞത്. അപ്പോൾ വൈജയുടെ അമ്മ പറയുന്നുണ്ട്, നീയേ ബാലചന്ദ്രൻ ഇത്രയും നാളും നിൻ്റെ കൂടെ ഉള്ളത് കൊണ്ടാണ് നിനക്ക് ആ തലയെടുപ്പ് കിട്ടിയത്. അവൾ പുറത്തിറങ്ങി നിൻ്റെ മോൻ്റെ കഥകളൊക്കെ വിളിച്ച് പറഞ്ഞാൽ തീർന്നു നിൻ്റെ ജീവിതം. നീ പിന്നെ എങ്ങനെ ബാങ്കിൽ പോകും, ഒരു ജോലിക്ക് പോകും, നിൻ്റെ മക്കളുടെ ഭാവി എന്തായി, നീ അതൊക്കെ ഓർക്കണമായിരുന്നു. അതുമാത്രവുമല്ല ബാലചന്ദ്രനെ നീ ഒരു കാര്യത്തിൽ ഓർക്കണം, നീ പണ്ട് ചെയ്ത പല കാര്യങ്ങളും ഗംഗാധരൻ നിന്നോട് പറഞ്ഞതാണ് വന്ന സമയത്ത്, വൈജയെ നീ നിലത്ത് നിൽക്കുക, നീ നിൻ്റെ അതിര് വിട്ടുള്ള ജീവിത രീതി ഇനിയെങ്കിലും നിർത്തി നീ ബാലചന്ദ്രനും കൂടെ കുറച്ച് ഇത് കൊടുത്ത് നീ ജീവിക്കുന്ന ഗംഗാധരൻ ഇവിടെ വന്നപ്പോൾ നിനക്ക് താക്കീത് തന്നെയാണ്. പക്ഷെ ഇതൊന്നും നീ മനസ്സിലാക്കുന്നില്ല. നിൻ്റെ പഴയകാല ജീവിത ചരിത്രങ്ങൾ പോലും
ബാലചന്ദ്രൻ അറിഞ്ഞിട്ടില്ല. അതൊക്കെ മനസ്സിൽ നിനക്ക് ഇപ്പോഴും ഉണ്ടല്ലോ. ഈ വാക്കുകളൊക്കെ കേട്ടപ്പോൾ നമ്മുടെ വൈജയ്ക്ക് ആകെ ഒരു ടെൻഷൻ ആവുകയാണ്. എന്തായാലും ഇത്രയും ചെയ്തതെല്ലാം കയ്യിൽ നിന്നും പോയി ആകെ ഒരു വിഷമമുള്ള അവസ്ഥ. വൈജ അവിടെ നിന്ന് ഇറങ്ങി പുറത്തോട്ട് വന്നിട്ട് ആരും കാണാണ്ട് കുറേ വിങ്ങി അങ്ങ് കരയാണ്. കാരണം വെച്ചാൽ മനസ്സിൽ ആ ഒരു ഇത്രയും എന്തിനോ വേണ്ടി ജയിക്കാൻ ചെയ്ത കളികളാണ്. അത് ആർക്ക് എന്തിന് ഏത് എന്നൊന്നും വൈജയ്ക്ക് ഇപ്പോഴും അറിയില്ല. കാര്യങ്ങളുടെ കിടപ്പ് എന്താണ് എന്നുള്ളതൊക്കെ. അങ്ങനെ കാര്യങ്ങൾ ഏകദേശം ആ ഒരു രീതിയിലൊക്കെ വന്ന് നിൽക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ രാജീവ് വൈജയോട് പറയുന്നുണ്ട്, ഇയാൾക്ക് ഭ്രാന്താന്ന് തോന്നുന്നത്, എനിക്കിനി നിൻ്റെ കാര്യത്തിൽ ഇതുപോലെ ഇനി എനിക്ക് ഇടപെടാം, ഞാൻ ഇവിടെ കൊണ്ട് അങ്ങ് നിർത്താം, നീയായി നിൻ്റെ ഭർത്താവ്. അപ്പോൾ വൈജ പറയുന്നുണ്ട്, രാജീവ് ഏട്ടാ എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് നിങ്ങൾ പോവല്ലേ. അപ്പോൾ രാജീവ് പറയുന്നുണ്ട്, എനിക്ക് ഇയാളെ മനസ്സിലാവുന്നില്ല, ഇയാൾക്ക് ഏതോ ഭ്രാന്താണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ പറയുന്നുണ്ട്. ആർക്ക്? നമ്മുടെ ബാലചന്ദ്രനെ അങ്ങനെ കുറ്റപ്പെടുത്താണ്. എന്നിട്ട് രാജീവ് പറയുന്നുണ്ട്, ഞാൻ പോവാണ്, നീ ഒരു കാര്യം മനസ്സിലാക്കും, നിനക്കോ മക്കൾക്കോ എപ്പോൾ വേണമെങ്കിലും നിനക്ക് നമ്മുടെ തറവാട്ടിലോട്ട് വരാം, അവിടെ ആരും നിന്നെ വിലക്കില്ല, നീ ഒറ്റയ്ക്കോ അല്ലെങ്കിൽ നിൻ്റെ മക്കളായിട്ടോ. ഞാൻ ഈ കേസ് ഇവിടെ കൊണ്ടങ്ങ് നിർത്തുകയാണ്, ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് രാജീവ് ഇറങ്ങണം. അങ്ങനെ രാജീവും ഹരിശങ്കറും വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ കമലയും നമ്മുടെ മനുവൊക്കെ അവിടെ നിൽക്കണം എന്തായെന്നറിയാം. അപ്പോൾ കമല ചോദിക്കുന്നുണ്ട്, എന്തായി രാജീവ്, എന്താവാൻ, അവളെ ഇറക്കി വിട്ടില്ലേ? അവളെ ഇറക്കിയൊക്കെ വിട്ടു, പക്ഷെ അവളെ ഇറക്കി വിട്ടതിൻ്റെ പിന്നാലെ തന്നെ അയാളും ബാഗും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങി കാറും കൊണ്ട് പോയിട്ടുണ്ട്. ഇനി അവളെയും കയറ്റിക്കൊണ്ട് എവിടെയെങ്കിലും പോയി പാർക്കാനാണോ എന്താണെന്നൊന്നും എനിക്കറിഞ്ഞില്ല. കൂടെ കൃഷ്ണമോളും കൂടെ ഉണ്ട്. അവളും ബാലേന്ദ്രൻ കാർ എടുത്തപ്പോൾ തന്നെ അവളും അതിൻ്റെ അകത്ത് ചാടിക്കയറി. ചിലപ്പോൾ കൃഷ്ണമോൾക്ക് ഇനി സ്കൂളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവളുടെ ബാഗൊന്നും എടുത്തിട്ടില്ലല്ലോ, ചിലപ്പോൾ തിരിച്ച് വരാനും സാധ്യതയുണ്ട് എന്നിങ്ങനെ രാജീവൻ പറയുന്നുണ്ട്. എന്തായാലും ഞാൻ ഇനി ഇവരുടെ കേസിൽ ഇടപെടുന്നില്ല. അപ്പോൾ മനു ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അങ്കിളെ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ അലീനയൊന്നും അല്ല പ്രശ്നം, ഇവിടെ ആൻറ്റി അങ്കിളും തമ്മിൽ എന്തോ ഒരു സംതിങ് റോങ് ഉണ്ട്. അത് ഗംഗാധരൻ അങ്കിളിന് കറക്റ്റായിട്ട് അറിയാം. ഞാൻ അതുകൊണ്ടാണ് അങ്കിളിൻ്റെ അടുത്ത് പറഞ്ഞത്, അങ്കിള് നമ്മൾ വിചാരിക്കുന്ന ലെവലിൽ ഈ കേസ് ചെന്ന് നിൽക്കില്ല, ഇതെന്താവും ഏത് രീതിയിലെത്തും എന്നുള്ളതൊന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ അങ്കിൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ ഒറ്റയ്ക്ക് ഇതൊക്കെ ഹാൻഡിൽ ചെയ്തോളാം എന്ന് പറഞ്ഞ് അല്ലേ അങ്കിൾ ഇവിടെ നിന്ന് പോയത്. അപ്പോൾ ഇനി എന്താ ഏതാന്നുള്ളതൊന്നും ആർക്കും ഒരു പിടുത്തമില്ല. വൈജ എന്തായാലും വൈജയുടെ ജീവിതം ഇവിടെ കൊണ്ട് തീരാണ്. വൈജയുടെ അമ്മ പറഞ്ഞ വാക്കുകൾ വൈജ ഓർത്തെടുത്ത് കരയാണ്. കാരണം നീ ഇപ്പോൾ നിൻ്റെ തറവാട്ടിലോട്ട് നീ പറഞ്ഞു, നിനക്കും കൂടെ അവകാശപ്പെട്ടതാണ് നിൻ്റെ തറവാട് എന്ന് പറഞ്ഞു, നീ അവിടെ പോയാൽ എത്ര ദിവസം നിൽക്കും എന്നിങ്ങനെ അമ്മ വൈജയോട് ചോദിക്കുകയാണ്. സ്വന്തം ഭർത്താവ്, എൻ്റെ ഭർത്താവ് എനിക്കും കൂടെ എനിക്ക് പണിത വീടാണ്, ആ വീട്ടിൽ എനിക്കൊരു സ്ഥാനമില്ല, ഒരു അമ്മയുടെ സ്ഥാനം, ഒരു അമ്മായിയമ്മയുടെ സ്ഥാനം പോലും എനിക്കിന്നില്ല. ആ അവസ്ഥയിലാണോ നിനക്ക് ഇനി ഒരു സ്ഥാനം കിട്ടുക? ഇതൊക്കെ ഓർത്ത് വൈജ ആകെ ടെൻഷൻ അടിച്ച് കരയുകയാണ്. ഏകദേശം നമ്മുടെ മഴ തോരും മുമ്പ് സീരിയലിൻ്റെ ഇന്നത്തെ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ ഒരു ഏകദേശം ഇൻട്രോ ഒക്കെയാണ്. അപ്പോൾ ഇതിലൊരു കാര്യത്തിൽ മാത്രമേ നമുക്ക് കൺഫ്യൂഷനുള്ളൂ, എനിക്ക് പ്രൊമോയിൽ അത് ക്ലിയറായിട്ട് കാണിക്കാത്തത് കൊണ്ടാണ്. നമ്മൾ ഒറിജിനലായിട്ടുള്ള പ്രൊമോസ് നിങ്ങളടുത്ത് പറയുകയല്ലേ വേണ്ടത്, അല്ലാണ്ട് ഊഹാബോധങ്ങൾ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ ഏകദേശം ആ വീട് എങ്ങോട്ടാണ് ഈ ബാലേന്ദ്രനെയും കൃഷ്ണമോളെയും അലീനേനെയും കൊണ്ടുപോകണു എന്നുള്ളത് മാത്രമേ അറിയാണ്ടുള്ളൂ. അപ്പോൾ ഏകദേശം ഒരു പ്രൊമോ ഇവിടെ വൈൻഡപ്പ് ആവാണ്. എല്ലാവരും നമ്മുടെ മഴതോരും മുമ്പ് സീരിയലൊന്ന് പ്രൊമോ കേൾക്കുക, നിങ്ങളെ സപ്പോർട്ട് കിട്ടുക, അതോടൊപ്പം നിങ്ങൾ ലൈക്ക് കിട്ടുന്ന അനുസരിച്ചാണ് നമുക്ക് റെക്കമെൻഡേഷനൊക്കെ കിട്ടുക. എല്ലാവരും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ നമ്മുടെ ചാനലായ സുമി മുഫാസ് ടേസ്റ്റി കിച്ചൻ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ലൈക്കും സബ്ബും ഒക്കെ കൊടുത്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും നല്ലൊരു ഡേ ആവട്ടെ. ടാറ്റാ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.